ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പനീർ ബിരിയാണി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഒരു അളവിലേക്കാണ് കേട്ടോ എണ്ണയുള്ളത്. ഇപ്പോൾ ഞാൻ പനീരെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ കുക്കറിൽ തന്നെയാണ് നമ്മൾ തനിച്ച് ചൂടാക്കിയെടുക്കണമെന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടിരുന്ന എണ്ണയിൽ തന്നെ നമുക്ക് എല്ലാ പനീരും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ പനീരൊക്കെ ഷേപ്പുകളൊക്കെ എന്താ എങ്ങനെയാണ് വിചാരിക്കാനുണ്ടോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീരാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യാൻ മതി കേട്ടോ. കൂടുതലൊന്നും കളർ ചേഞ്ച് ആക്കാൻ നിൽക്കണ്ട. ഓവർ ചൂടാക്കി എടുത്താൽ ഒരു ഹാർഡായിട്ട് പോകുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഒരുപാടും ചൂടാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ഒരു ലൈറ്റ് കളർ അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പനീരും ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ എല്ലാ പനീരും ഒന്ന് എടുത്ത് മാറ്റിയാണ് കുക്കറിന്. പിന്നെ അതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ റൈസും വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബസ്മതി റൈസിലാണ് ചെയ്യുന്നത്. 1 കിലോ അരിയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ 1 സ്റ്റാർ അനീസ്, ഒരു 2 ഗ്രാമ്പു, ഒരു 3 ഏലക്ക. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു ഉള്ളിയാണ് നമുക്ക് മതി, ഇല്ലെങ്കിൽ ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഉള്ളി, ചെറിയൊരു മീഡിയം സൈസിലേക്കുള്ള ഉള്ളി, അതും കൂടെ ചൂടാക്കിയെടുക്കാം. ഉള്ളി ഒരുപാട് കളറാക്കാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ കാഷ്നട്ട്, അതുപോലെ കിസ്മിസ് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മളെടുത്തുള്ള നട്ട്സ് ഏതാ വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, കളർ ചേഞ്ച് ആവണ്ട. ഞാനിപ്പോൾ അരി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് സിമ്മിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു 3/4 ഭാഗം വരുന്ന രീതിക്കാണ് ഞാൻ ബസ്മതി റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നോർമൽ ബിരിയാണി റൈസ്, അതായത് ബസ്മതി റൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ അളവിലേക്ക് 2 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് തരുന്നത് കേട്ടോ. കൂടെ തന്നെ ഗ്രീൻ പീസാണ്, നമ്മൾ വേവിക്കാത്ത ഗ്രീൻ പീസാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ എത്ര നോക്കിയിട്ട് അതിനാവശ്യത്തിന് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ വെള്ളം നല്ല തിളച്ച് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അരി നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മുടെ അരിപ്പിൽ, വലിയൊരു അരിപ്പിൽ അരി നല്ല ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പനീർ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ പനീരും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടിയിട്ട് കൊടുക്കാം. കുക്കർ മൂടിയിട്ടതിന് ശേഷം 1 വിസിലാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കർ മൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 വിസിൽ വിട്ടതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ 1 വിസിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് അത് മൊത്തത്തിൽ എയറും കളഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ മൂടിയൊക്കെ ഇങ്ങോട്ട് തുറന്നാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ളൊരു പനീർ ബിരിയാണി കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ബാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒരു വെറൈറ്റി റൈസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ചോദിച്ച് മേടിച്ച് കഴിക്കും. നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ കൂടെ നമ്മൾ ഏത് സൈഡ് ഡിഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ പരിപ്പ് കറിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ അന്ന് വെക്കുന്ന ഏത് സൈഡ് ഡിഷ് ആണെങ്കിലും കൂടെ തന്നെ നമുക്ക് സ്കൂളിലേക്ക് മക്കളൊക്കെ വെച്ച് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ അച്ചാർ മാത്രം വെച്ച് കൊടുത്താലും മതി കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് വയറ് നിറച്ച് മക്കളെ കഴിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പനീരൊക്കെ നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റൈസിൻ്റെ ടേസ്റ്റ് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ബിരിയാണീസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.